ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് നമുക്കിപ്പം പ്രസ് സ്റ്റോപ്പിൽ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. അപ്പോൾ ഓരോ പത്രങ്ങളിൽ ഓരോ വാർത്തകൾ നമുക്ക് ഇടകീറി പരിശോധിച്ചാലോ? തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യാം. സേതു, ഈ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആരുടെ പദ്ധതിയാണ് വിഴിഞ്ഞം എന്നതിലാണ് തർക്കം. അതിങ്ങനെ തുടരുകയാണ്. ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് കേന്ദ്രം തീരുമാനിക്കുന്ന കാര്യമായതുകൊണ്ട് അതിലെ വിവാദം ഏറെക്കുറെ കത്തി തീർന്ന അവസ്ഥയിലാണ്. ആരുടെ വിഴിഞ്ഞം എന്നതും വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യമടക്കം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പത്രങ്ങൾ ഇന്ന് വിഴിഞ്ഞത്തെക്കുറിച്ച് നൽകിയിട്ടുള്ളത്. അങ്ങനെ തന്നെ പോകാം, അതിലേക്ക് തന്നെ പോകാം. അതിനു മുമ്പ് ഈ വിഴിഞ്ഞം നവകേരളത്തിൻ്റെ വിജയഗാഥ എന്ന പേരിൽ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജ് ഇന്ന് പത്രം വായിച്ചവർക്കറിയാം, പത്രം കണ്ടവർക്കറിയാം, സർക്കാരിൻ്റെ പരസ്യമാണ്. അതിൽ നിന്ന് തുടങ്ങാം വാർത്തയെ തന്നെ. മാതൃഭൂമിയാണ് ഏറ്റവും നന്നായി ഒരുപക്ഷെ വിഴിഞ്ഞം വാർത്തകൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ മെയ് 1 തൊഴിലാളി ദിനമാണെങ്കിൽ പോലും അതിനേക്കാൾ നല്ല ലേഔട്ടിൽ, അതായത് തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട ലേഔട്ട് തന്നെയാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിലുള്ളത്. അതിന് താഴെ മനോഹരമായി, അതായത് വിഴിഞ്ഞം വഴിതെളിക്കുമെന്നാണ് ഒന്നാം പേജ് വാർത്ത. പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. അതിന് താഴേക്ക് വിഴിഞ്ഞം ഇതുവരെ എന്ന രൂപത്തിൽ ഒരു ലേഔട്ട് മനോഹരമായി ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം ഇതുവരെ എന്ന രൂപത്തിലാണ് എത്തിയ കപ്പലുകൾ, അതിൻ്റെ എണ്ണം, മുഴുവൻ കാര്യങ്ങളും, അതായത് ഒരു നങ്കൂരം ഇടുന്ന രൂപത്തിലാണ് അത് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി അത് മാത്രമല്ല, മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും മാധ്യമവും എല്ലാം അടക്കം മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലെയും ഉൾപേജുകളിലേക്ക് മാതൃഭൂമിയിൽ 8-ാം പേജും 6-ാം പേജും 8-ാം പേജും അടക്കം വലിയ രൂപത്തിൽ അവർ ഉൾപേജിൽ, അതായത് ഉൾപേജ് കണ്ടാൽ നമ്മൾ ഞെട്ടുന്ന രൂപത്തിലാണ് അതിൻ്റെ ലേഔട്ടും മറ്റു കാര്യങ്ങളുമെല്ലാം. അതായത് എഡിറ്റോറിയൽ പേജ് പൂർണ്ണമായും മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും മാധ്യമവും അടക്കം എല്ലാ പത്രങ്ങളും ഉൾപേജിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. നമുക്ക് പറയാനുള്ളത്, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം എങ്ങനെയാണ്, എന്താണ് വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം, എത്ര കപ്പലുകൾ വരാൻ പോകുന്നു, എത്ര ടൺ അവിടെ ദിവസവും കൈമാറ്റം ചെയ്യുന്നു, എത്ര കണ്ടെയ്നർ ഇറക്കാൻ കഴിയും, എത്രയെല്ലാം വലിയ കപ്പലുകൾ വരുന്നുണ്ട്, രാജ്യത്തെ വലിയ കപ്പലുകളൊക്കെ അവിടേക്ക് വരുന്ന കാര്യമൊക്കെ പലപ്പോഴായി നമ്മൾ സംസാരിച്ച് പോയതാണ്. പക്ഷേ ഇത് ആരുടേതാണെന്ന കാര്യത്തിലാണ് ഇപ്പോഴും തർക്കമുള്ളത്. അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും അതിൻ്റെ തുടർച്ച എന്നോണം വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ വാർത്ത വി.ഡി. സതീശൻ്റെതായ പേരിൽ മാതൃഭൂമി നന്നായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ എന്ന രൂപത്തിൽ, അതായത് സ്വപ്ന സാഫല്യം എന്ന രൂപത്തിൽ മാതൃഭൂമി ഉൾപേജിൽ. മനോരമയിലേക്ക് പോയാൽ മനോരമ കുറച്ചും കൂടി വിശദമാണ്. മനോരമ ഇന്ന് ഒന്നാം പേജിൽ പല രൂപത്തിലാണ്. അതായത് ഒന്നാം പേജിൻ്റെ, ഞാൻ അതിലേക്ക് വരാം. ഒന്നാം പേജിൽ ഒന്ന് വിഴിഞ്ഞത്തിന് വേണ്ടിയും അതുമാത്രമല്ല ജാതി സെൻസസിന് വേണ്ടിയും 2 ഒന്നാം പേജ് എന്ന രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഈ വിഴിഞ്ഞം തുറമുഖ സമർപ്പണം നാളെ, അതായത് അതിൽ ഒന്നാം പേജിൽ കുറച്ച് കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ചടങ്ങിന് രാജീവ് ചന്ദ്രശേഖരെ ഉൾപ്പെടുത്തി, അത് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്. വി.ഡി. സതീശൻ പങ്കെടുക്കില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. നേട്ടം സ്വന്തമാക്കി കേന്ദ്രത്തിൻ്റെ പരസ്യം എന്നുകൂടി, കേന്ദ്രത്തിൻ്റെ ഇന്നലത്തെ പരസ്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ വളരെ വിശദമായി 8-9 പേജുകളിലാണ് മനോരമ വളരെ വിശദമായി. ആ പേജ് കണ്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്ത് പത്രങ്ങളുടെ ലേഔട്ട്, ഇത്രയും മനോഹരമാവുന്ന ഇൻഫോഗ്രാഫിക്സ് അടക്കം വരുന്ന ലേഔട്ട് വരുന്നത് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലാണെന്ന് മനസ്സിലാക്കാം. വിഴിഞ്ഞത്തിൻ്റെ ഒരു ഓവറോൾ ചിത്രം, അതിനൊപ്പം തന്നെ വിഴിഞ്ഞത്തിൻ്റെ വിജയമന്ത്രം, അതിൻ്റെ ആഴം, അടുപ്പം എന്ന് പറയുന്നത് കപ്പലുകൾ അടുക്കാനുള്ള ദൂരം, അങ്ങനെ വളരെ വിശാലമായിട്ട്. ഒപ്പം രാഷ്ട്രീയ പോർമുഖം എങ്ങനെയാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, അത് വിവിധ അവകാശവാദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്, അതടക്കം പറയുന്നുണ്ട്. രാഷ്ട്രീയ പോർമുഖം എന്ന് പറയുമ്പോഴും മനോരമ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, അതിൽ തൊഴിൽ മുഖം എന്നൊരു ഹെഡിങ് കൂടി, അതായത് തൊഴിൽ മുഖം എന്ന് പറയുമ്പോൾ വിഴിഞ്ഞം എങ്ങനെയെല്ലാം തൊഴിൽ ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നുകൂടി പറയുന്ന ആ രൂപത്തിൽ 8-9 പേജുകൾ ചേർത്തുള്ള എഡിറ്റോറിയലും വിഴിഞ്ഞം തുറക്കുന്നു ഭാവിയിലേക്കുള്ള വാതിൽ എന്ന രൂപത്തിലാണ്. ഞാൻ വേഗം പറഞ്ഞു പോകുന്നു. ദേശാഭിമാനിയാണ് കുറച്ചും കൂടി ഇക്കാര്യത്തിൽ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് സർക്കാരിന് വേണ്ടി, അല്ലെങ്കിൽ സർക്കാർ ഈ പരസ്യമൊക്കെ ഉണ്ടെങ്കിലും, ഒന്നാം പേജിൽ പരസ്യമുണ്ടെങ്കിലും പരസ്യത്തിനൊപ്പം തന്നെ സർക്കാരിൻ്റെ പത്രം എന്ന രൂപത്തിൽ തന്നെ വിഴിഞ്ഞം കേരളത്തിൻ്റെ സ്വന്തം, രാജ്യത്തിൻ്റെ കവാടം എന്നാണ് ഒരു ഹെഡിങ്. മറ്റുള്ളവരൊക്കെ വിഴിഞ്ഞം നാളെ രാജ്യത്തിന് സമർപ്പിക്കും എന്ന് പറയുമ്പോൾ വിഴിഞ്ഞം കേരളത്തിൻ്റെ സ്വന്തം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം, വർഷം 15 ലക്ഷം TU കണ്ടെയ്നർ അടക്കം വലിയ രൂപത്തിലാണ് ദേശാഭിമാനി ഒന്നാം പേജ് വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം ഉൾപേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റോറിയൽ പേജിൽ വിഴിഞ്ഞത്തിൻ്റെ വിജയവഴി എന്ന് പറഞ്ഞുകൊണ്ട് അത് എഡിറ്റോറിയൽ പേജ് വളരെ നന്നായി, ലേഔട്ടിൻ്റെ കാര്യത്തിലും ഇൻഫോഗ്രാഫിക്സിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ വിശദമായി, വാർത്തയുടെ കാര്യത്തിലും സമഗ്രമാണ്. അതിൽ UDFൻ്റെ കുറ്റബോധം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ UDFൻ്റെ അവകാശവാദങ്ങൾ മറ്റ് പത്രങ്ങൾ, എല്ലാ പത്രങ്ങളും വിശദമായി നൽകുമ്പോൾ ദേശാഭിമാനി UDFന് കുറ്റബോധം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് ഈ പല കാലങ്ങളിൽ ആൻ്റണി ഗവൺമെൻറ് തള്ളിക്കളഞ്ഞതാണ് ഈ വിഴിഞ്ഞ പദ്ധതി എന്ന രൂപത്തിൽ വളരെ വിശദമായി UDFനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം കേന്ദ്രത്തെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ചില്ലി കാശ് തരാതെ കേന്ദ്രം എന്നുകൂടി പറയാൻ ദേശാഭിമാനി ശ്രമിച്ചിട്ടുണ്ട്. അതാണ്, അങ്ങനെയാണ് വിഴിഞ്ഞം വളരെ വിശദമായി വിശാലമായി പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. കേരള കൗമുദി ഹെഡിങ് കുറച്ചും കൂടി മനോഹരമാണ് എന്ന് തോന്നുന്നു. സ്വപ്ന നങ്കൂരം എന്നാണ്
കേരള കൗമുദി പറയുന്നത് വിഴിഞ്ഞത്തിന് സ്വപ്ന നങ്കൂരം എന്ന് പറയുന്നുണ്ട്. അതൊരു പക്ഷേ കുറച്ചും കൂടി നല്ല ഹെഡിങ് തലവാചകം എന്ന രൂപത്തിൽ കാണേണ്ടി വരും. അതും ലേ ഔട്ട് മനോഹരമായിട്ടുണ്ട്. രണ്ടുപേരുടെയും മോദിയുടെയും കൂടി ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരള കൗമുദി ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു പത്രങ്ങൾക്ക് കുറച്ച് അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾക്ക് നന്നായി പത്രങ്ങളിലുള്ള ജേർണലിസ്റ്റുകൾക്ക് നന്നായി അധ്വാനിക്കാനുള്ളൊരു ദിവസം ഈ ഉൾപേജുകൾ നൽകിയിട്ടുണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 8 ദിവസമായി 9 ദിവസമായി തുടരുന്ന പഹൽഗാം തന്നെയാണ്. പഹൽഗാമിൽ പത്രങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഈ കേന്ദ്രത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട്, അതിർത്തിയിൽ സേനാവിന്യാസമുണ്ട് എന്ന് സൈന്യം പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തിരിച്ചടിക്ക് ഒരുക്കം എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മുടെ പത്രങ്ങളെല്ലാവരും തിരിച്ചടിക്ക് റെഡിയായി സർക്കാർ അല്ലെങ്കിൽ സൈന്യം നിൽക്കുന്നു എന്ന രൂപത്തിലാണ്. ദേശാഭിമാനി ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു, ഇന്നും ഇങ്ങനെ തന്നെയാണ്. ദേശാഭിമാനിയുടെ ഒന്നാം പേജ് തിരിച്ചടിക്ക് ഒരുക്കം, സുരക്ഷാ ഉപദേശക ബോർഡിൽ അഴിച്ചുപണി, ഭീകരരെ ജീവനോടെ പിടികൂടാൻ, ഇതൊക്കെ ഇന്നലെ വന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പുതുതായിട്ടൊന്നും ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ പറയാനില്ല. മനോരമ നേരെ മറിച്ച് ഈ തിരിച്ചടിക്ക് ഒരുക്കം എന്നുള്ളതല്ല, പാകിസ്ഥാനെ കുറിച്ചാണ് പറയുന്നത്. രാജ്യാന്തര അതിർത്തിയിലും പാകിസ്ഥാൻ്റെ പ്രകോപനം എന്ന രൂപത്തിൽ മനോരമ ഒന്നാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയും ഏതാണ്ട്, അതായത് മാതൃഭൂമിയിൽ ആ വാർത്ത കുറച്ചും കൂടി വിശദമായി പറയുന്നത് തലസ്ഥാനത്ത് നിർണായക നീക്കം എന്ന രൂപത്തിലാണ്. തിരിച്ചടിക്ക് ഒരുങ്ങി എന്ന് ദേശാഭിമാനിയുടെ അതേ ഹെഡിങ് മാതൃഭൂമി ആവർത്തിക്കുമ്പോൾ തലസ്ഥാനത്ത് നിർണായക നീക്കം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം പാക് വിമാനങ്ങൾക്ക് വ്യോമപാത അടച്ചു. അതൊരു പക്ഷേ മാതൃഭൂമിയും മാധ്യമവും എക്സ്പ്രസും ഇന്ത്യൻ എക്സ്പ്രസും മാത്രമാണ് ആ വാർത്ത. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒന്നാം പേജിലും അതുതന്നെയാണ് വാർത്ത. ഒന്നാം പേജിൻ്റെ ലീഡ് അതാണ്. അതായത് പാകിസ്ഥാൻ്റെ ഇന്ത്യ ക്ലോസസ് എയർ സ്പേസ് ടു പാക് എയർലൈൻസ്, അതായത് പാകിസ്ഥാന് ഇന്ത്യയുടെ വ്യോമപാത അടയ്ക്കുന്നു. അതൊരു ഒരുപക്ഷെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വാർത്തയായിരിക്കും. കാരണം പാകിസ്ഥാനാണ് ആദ്യം ഈ നിലപാടെടുക്കുന്നത്. പിന്നീട് ഇന്ത്യ വളരെ സാവധാനമെങ്കിലും ആ നിലപാടിലേക്ക് പോയി. അത് ഈ ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. മാതൃഭൂമിയും മാധ്യമവും ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ വാർത്ത എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നതിനപ്പുറത്തേക്ക് ആ വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ദീർഘകാലമായി പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. ആ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മുടെ പത്രങ്ങളെല്ലാം ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏറ്റവും മനോഹരമായ വാർത്ത നൽകിയിട്ടുണ്ട്. ഈ വിഴിഞ്ഞത്തിനും കേന്ദ്രത്തിന് പഹൽഗാം ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് ജാതി സെൻസസ് ഉറപ്പിച്ചു എന്ന രൂപത്തിലാണ്. അത് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. കേന്ദ്രം വഴങ്ങി എന്നൊരു സബ് ഹെഡിങ് കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നന്നായി എന്ന് വേണം കാണാൻ. കാരണം ഇത് ആ രൂപത്തിൽ തന്നെയാണ് ഈ വാർത്തയെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇന്നലെ തന്നെ ഞങ്ങളും തീരുമാനിച്ചിരുന്നതാണ്. ജാതി സെൻസസ് ഉറപ്പിച്ചു, കേന്ദ്രം വഴങ്ങി എന്നുള്ളതാണ്. മനോരമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം പേജിലേക്ക് വിഴിഞ്ഞം അടക്കമുള്ള ഒരുപാട് വാർത്തകൾ കൊണ്ടുവരാനുള്ളതുകൊണ്ട്, അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മനോരമ ഒന്നാം പേജിൽ ഏറ്റവും നന്നായി കൊടുത്തത് പ്രതിപക്ഷ ആവശ്യത്തിന് കേന്ദ്രം വഴങ്ങി ജാതി സെൻസസ്. ഇനി ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, വരുന്ന സെൻസസിനൊപ്പം ജാതി കണക്കെടുപ്പ് ഉണ്ടാകും എന്ന്, പക്ഷേ ഇതെന്ന് നടത്തും എന്നുള്ളതിൽ അവ്യക്തത. അത് ഒരുപക്ഷെ മനോരമയ്ക്ക് മനോരമ മാത്രമാണ് അത് ലീഡ് ചെയ്യുന്നത്. അതായത് ഇന്നലെ നമ്മളും ആലോചിച്ച കാര്യമാണ്, ഇതെന്നായിരിക്കും നടത്തുക. വരാനിരിക്കുന്ന പൊതു സെൻസസ് എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ ഇതെന്ന് നടത്തും എന്നുള്ളൊരു അവ്യക്തതയുണ്ട്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്. അതും പറയുന്നുണ്ട്, മനോരമ പറയുന്നുണ്ട്, ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്, പക്ഷേ ഇതെന്ന് നടത്തും എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതുമാത്രമല്ല കോൺഗ്രസിനെ വളരെ രൂക്ഷമായി ഇന്നലെ മന്ത്രി വിമർശിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ പോകുന്നത് മാതൃഭൂമിയും മനോരമ 11-ാം പേജിൽ കുറച്ചും കൂടി വിശദമായി ഇതിൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. 11-ാം പേജിൽ തന്നെ രാഷ്ട്രീയം ഇങ്ങനെയാണ്: ജാതി സെൻസസ് മലക്കം മറിഞ്ഞ് BJP, അതായത് കേന്ദ്രത്തിന് പ്രതിപക്ഷത്തിന് സമ്മർദ്ദം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് തീരുമാനിച്ചതെന്നുള്ളതാണ് പറയുന്നത്. നോട്ടം ബീഹാറിലേക്കാണ് എന്നുകൂടി പറയുന്നുണ്ട്. അത് വളരെ ഒരുപക്ഷെ ആ ഹെഡിങ് കുറച്ചും കൂടി ഷാർപ്പാണ്. മോദിയുടെ ജാതി കണക്കിൽ തിരുത്തുണ്ട്, രാഹുലിന് നേട്ടം എന്നുകൂടി മനോരമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. മാതൃഭൂമി അത് 10-ാം പേജിൽ വളരെ വിശദമായി അതിൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ജാതി സെൻസസ് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ജാതി സെൻസസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പത്രങ്ങൾ അതിൻ്റെ രാഷ്ട്രീയം വളരെ വിശദമായി പറയുന്നുണ്ട്. തട്ടകം പൊള്ളുന്നു, ആയുധപ്രയോഗവുമായി BJP. തട്ടകം എന്ന് ഉദ്ദേശിക്കുന്നത് ബീഹാറിനെയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്നു. ബീഹാറിൽ ഒരുപക്ഷെ തോൽവി BJP മണക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം തട്ടകം പൊള്ളുന്നു, ആയുധപ്രയോഗവുമായി BJP. ജാതി സെൻസസിനെ ഒരു ആയുധമായിട്ടാണ് മാതൃഭൂമി വിശേഷിപ്പിക്കുന്നത്. എന്തായാലും എല്ലാ പത്രങ്ങളും, ദേശാഭിമാനിയും അക്കാര്യം വളരെ വിശദമായിട്ടുണ്ട്, കേരള കൗമുദിയിലും വളരെ വിശദമായിട്ടുണ്ട്. ജാതി സെൻസസ് പ്രഖ്യാപിച്ച് കേന്ദ്രം എന്നാണ് ദേശാഭിമാനി. അത്ര ഷാർപ്പായിട്ട് പോകുന്നില്ല കാര്യങ്ങളെക്കുറിച്ച്. കാരണം
ഇത് കോൺഗ്രസിന് ബാധകമായതും ഇടത് പാർട്ടികൾ അത്ര വലിയ കാര്യമായിട്ട് പറയാത്തൊരു വിഷയമായതുകൊണ്ടായിരിക്കും. കേരള കൗമുദി അപ്രതീക്ഷിത തീരുമാനമെന്നാണ് പറയുന്നത്. സർക്കാരിനെ അല്ലെങ്കിൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്ന രൂപത്തിലേക്ക് കേരള കൗമുദി പറയുന്നില്ല, പ്രതിപക്ഷത്തിന് ആവശ്യമായിരുന്നു എന്ന് പറയുന്നില്ല, എന്നാലും അപ്രതീക്ഷിത തീരുമാനം എന്ന് പറയുന്നുണ്ട്. ഒരു രാജ്യം ജാതി സെൻസസ് എന്ന രൂപത്തിലാണ് പോകുന്നത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇത്തരം വലിയ വാർത്തകൾ കടന്നു പോകുമ്പോഴും ഈ പുലിപ്പല്ല്, നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന റാപ്പർ, അദ്ദേഹത്തിൻ്റെ മാലയിൽ നിന്നും പുലിപ്പല്ല് കിട്ടിയ വാർത്ത, അല്ലെങ്കിൽ പുലിപ്പല്ല് കിട്ടിയ ശേഷമുള്ള കേസെടുത്തത്, അതിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ വിശദമായി വലിയ രൂപത്തിൽ ആഘോഷിച്ചു പോയിരുന്നു പത്രങ്ങൾ. പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ വാർത്ത ഉൾപേജുകളിലേക്ക് പോയിരിക്കുന്നു. കാരണം ഇത്രയും വലിയ വാർത്തകൾ ഉള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും റാപ്പറെ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതും ആ ജാമ്യം കിട്ടാനുള്ള കാരണങ്ങളും ഒക്കെ പറയാൻ ശ്രമിക്കാതെ പോയി എന്നൊരു വിമർശനം എനിക്ക് പറയാനുണ്ട്. അതിൽ കേരള കൗമുദി മാത്രമാണ് ഇന്ന് എഡിറ്റോറിയൽ പേജിൽ വളരെ വിശദമായി ഒരു വേടൻ ചെയ്ത കുറ്റം എന്ത് എന്നൊരു ചോദ്യം, അത് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് അവർ. വളരെ മനോഹരമായിട്ടുള്ള എഡിറ്റോറിയലാണ്. അത് മുഴുവൻ വായിച്ചാൽ കാര്യങ്ങൾ ഒരുപാട് വ്യക്തമാണ്. റാപ്പർ വേടൻ എന്ന വിളിപ്പേരുള്ള ജനപ്രിയ ഗായകൻ ഹിരൺദാസ് മുരളിയെ കഞ്ചാവ് കേസിൽ പിടികൂടി. അതിനുശേഷം അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന രൂപത്തിൽ അത് ഒരുപക്ഷെ ഇത് വായിച്ചാൽ കുറച്ചും കൂടി വിശദമായി കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ആ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ജാമ്യം വളരെ വേഗത്തിൽ കിട്ടാവുന്ന കാര്യമായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. മനോരമ മാത്രമാണ്, പക്ഷേ മനോരമയും മാധ്യമവും മാത്രമാണ് ആ വാർത്ത. അതായത് മനോരമ ഒന്നാം പേജിലേക്ക് കൊണ്ടുവരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനോരമ ഒന്നാം പേജിൽ ജാതി സെൻസസും വിഴിഞ്ഞവും ഒക്കെ കൊണ്ടുവരുമ്പോഴും മറ്റൊരു വാർത്ത കൂടി ഒന്നാം പേജിൽ പറയുന്നുണ്ട്. ഈ ഇന്നലെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായൊരു വിധി ഉണ്ടായിരുന്നു. ഡിജിറ്റൽ സൗകര്യം മൗലിക അവകാശം. അതായത് രാജ്യത്ത് എല്ലാവർക്കും ഡിജിറ്റൽ സൗകര്യം ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതായത് നമുക്ക് ഡിജിറ്റൽ സൗകര്യം വേണം, അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഞാൻ വളരെ വിശദമായി പറയുന്നില്ല, മനോരമയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഭരണഘടനയുടെ 21-ാം വകുപ്പിൽ കാലോചിതമായ മാറ്റം വരുത്തണം. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണം, മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം. മനോരമ അത് പേജ് 4 കൂടി വളരെ വിശദമായി പറയുന്നുണ്ട്. ഞാൻ വായിച്ചു പോകുന്നില്ല. ഒരുപക്ഷെ എല്ലാ പത്രങ്ങളും, മറ്റ് പത്രങ്ങളൊക്കെ, മാതൃഭൂമിയൊക്കെ ആ വാർത്ത കണ്ടില്ല എന്ന് തോന്നുന്നു. മറ്റ് പത്രങ്ങളൊക്കെ പക്ഷേ മാധ്യമം ഉൾപേജിൽ ആ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമം, എനിക്ക് തോന്നുന്നു മാധ്യമം 9-ാം പേജിൽ ആ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ 1-ാം പേജിൽ ആ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം പുതിയ കാലം ഡിജിറ്റൽ കാലമാണ്. ഡിജിറ്റൽ കാലത്ത് നമ്മുടെ മൗലികാവകാശമായി ഡിജിറ്റൽ അവകാശം വരണം എന്നുള്ള ആവശ്യമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, എനിക്ക് കശ്മീരിൽ നിന്ന്, അതായത് കശ്മീരിൽ ഞങ്ങളുടെ സുഹൃത്ത്, ഞങ്ങളുടെ പ്രതിനിധി ശരത്ലാൽ കശ്മീരിലുണ്ട്. അദ്ദേഹം കശ്മീരിൽ നിന്ന് പത്രങ്ങൾ വായിച്ചിട്ട് നമ്മുടെ പ്രസ് സ്റ്റോപ്പിനോടുള്ള സ്നേഹപൂർവ്വം, പ്രസ് സ്റ്റോപ്പിനോടുള്ള അനുഭാവപൂർവ്വം കശ്മീരിലുള്ള പത്രങ്ങളുടെ 1-ാം പേജ് ഇന്ന് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. കശ്മീരിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം പൈസ കൊടുത്ത് പത്രം വാങ്ങി എനിക്ക് അയച്ചു തന്നിട്ട് ഇത് പ്രസ് സ്റ്റോപ്പിൽ പറയണമെന്ന് പറയുകയായിരുന്നു. ആ പത്രങ്ങളെല്ലാം ഗ്രേറ്റർ കശ്മീരിൻ്റെ മുഖ്യ വാർത്ത അടക്കം ഇന്നലെ ചേർന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിൻ്റെതാണ്. അതുമാത്രമല്ല, സുരക്ഷാ സമിതിയുടെ യോഗ തീരുമാനങ്ങളെല്ലാം കേന്ദ്രത്തിൽ എന്ത് തീരുമാനമെടുത്തോ ആ തീരുമാനത്തോട് അനുഭാവപൂർവ്വമാണ് കശ്മീരിലെ പത്രങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് ആ വാർത്തയും. എല്ലാ പത്രങ്ങളും ഇന്നലെ കശ്മീരിലുണ്ടായ എല്ലാ സംഭവങ്ങളെയും സർക്കാരിനൊപ്പം നിൽക്കാനാണ്, നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കാനാണ് ഈ പത്രങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം അവിടെ നിന്ന് പറയുന്നു. അതുതന്നെയാണ് പത്രങ്ങളുടെ 1-ാം പേജ് വാർത്തയും അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. സേതു, തീർച്ചയായും അവസാനത്തെ അത് നമുക്ക് ഒത്തിരി സന്തോഷം കൂടി നൽകുന്നൊരു കാര്യമായി അല്ലേ? തീർച്ചയായും അദ്ദേഹം ഒന്ന് വിളിച്ച് പറയുക ചെയ്തത് ഇത് ഒന്ന് പരിഗണിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഉറപ്പായും പ്രസ് സ്റ്റോപ്പിൽ കശ്മീരിലെ പത്രങ്ങൾ ഉറപ്പായി ഉൾപ്പെടുത്തിയിരിക്കും. തീർച്ചയായും. ശരി ശ്രീജിത്ത്, നമുക്കപ്പോൾ നാളെ വീണ്ടും പ്രസ് സ്റ്റോപ്പിൽ കണ്ടുകൊട്ടാം.